നല്ല മഴയുള്ള ദിവസം നമുക്ക് മൂന്നാറിലോട്ടൊരു യാത്ര പോയാലോ? കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ലയൺ സ്കൂളാണ് കാണുന്നത്. അവിടെ ടീച്ചേഴ്സിനുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം സാറായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളും ആ കൂടെ കൂടിയതാണ്. അവധിയൊക്കെ അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം എന്നൊരു വിചാരത്തിലാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. അവിടെ ചെന്നപ്പം മുതൽ ഭയങ്കരമായിട്ടൊരു മഴയായിരുന്നു. എന്നാലും ചെറിയ ഇടവേളകളിൽ മഴ കുറഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ കുറച്ച് മൂന്നാറിൻ്റെ അധികം കാണാത്ത ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു. ഓൾഡ് മൂന്നാറിൻ്റെ ഒരു സൈഡാണിത്. ലക്ഷ്മി എസ്റ്റേറ്റ് ഇതിനോട് ചേർന്നാണ് കാണുന്നത്. ഇത് സ്കൂളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. 2001 ലയൺസ് ക്ലബ്ബ് 3180 ആഭിമുഖ്യത്തിൽ മൂന്നാറിലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ലയൺ ജയന്ത് കിൽക്കർ സാറ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നപ്പോഴാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ലയൺ ലിജി ഐസക്കാണ്. കുട്ടികൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ ഇവിടെ പഠിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം 20ഓളം ടീച്ചേഴ്സിന് ജോലി നൽകുന്നുണ്ട്. നമ്മൾ ഏതായാലും ചുറ്റുപാടുമുള്ള തേയില കൊളുന്ത് ശേഖരിക്കുന്ന പോലെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്. ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു സെറ്റിങ്സായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ അടുത്ത് ചെറിയൊരു കോവിലുണ്ട്. ഒരു ഹനുമാൻ കോവിലാണ്. ഞങ്ങൾ ആദ്യം അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ മുകളിൽ നിന്നുള്ള കാഴ്ച ഭയങ്കര ഒരു നല്ല വ്യൂ ആണ്. ഇവിടെ നല്ല ശക്തമായ കാറ്റ് വീശി അടിക്കുന്നുണ്ട്. പെട്ടെന്ന് മഴ ഇങ്ങ് വന്നാൽ കൂടെ കാറ്റും. മഴ എത്ര ശക്തമായില്ലെങ്കിൽ തന്നെയും കാറ്റാണ് പ്രശ്നമാകുന്നത്. നമ്മൾ കാറ്റിൽ നമ്മുടെ കുടയും എല്ലാം പറന്നു പോകുന്ന ഒരവസ്ഥയാണ്. എങ്കിലും വ്യൂ മനോഹരമാണ്. ഇടയ്ക്കെല്ലാം ഒന്ന് കോടയൊക്കെ ഒന്ന് പൊങ്ങി മൊത്തം ഒന്ന് പരക്കും. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഒരു മാനേജറുമായിട്ട് കുറച്ച് സംസാരിക്കാനായിട്ട് അവസരം കിട്ടി. ഇപ്പോൾ ഈ തേയില തൊഴിലാളികളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായത് പഴയ പോലെയുള്ള വർക്കേഴ്സിനെ നമുക്ക് കിട്ടുന്നില്ല ആവശ്യത്തിന് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറേ ബംഗാളീസൊക്കെ ഈ മേഖലയിലോട്ട് കടന്നു വന്നിട്ടുണ്ട്. ഒരു ദിവസം മിനിമം 27 കിലോ കൊളുന്ത് നുള്ളിയെടുക്കണം. അതിന് 480 രൂപ ആണ് കൊടുക്കുന്നത്. ഇതൊരു ചെറിയ വേതനമായിട്ടാണ് ചിലർക്കൊക്കെ തോന്നുന്നത്. ചില ആളുകളൊക്കെ കൊറോണ ടൈമിലൊക്കെ നാട്ടിലോട്ട് പോയതാണ്. അധികം തമിഴ്നാട്ടുകാരാണ്. അവർ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ കുറേ ലയങ്ങൾ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം കുറച്ചെല്ലാം ഒഴിവായി കിടപ്പുണ്ട്. 300 പേര് സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ കുറേ കാലം മുമ്പ് കാണുമ്പോഴെല്ലാം ആളുകൾ കൈകൊണ്ടായിരുന്നു കൊളുന്ത് ശേഖരിച്ചിരുന്നത്. ഇതിപ്പോൾ ചെറിയ യന്ത്രവൽക്കരണം ഇവിടെയും വന്നിട്ടുണ്ട്. അതായത് ബാറ്ററി ഘടിപ്പിച്ച യന്ത്രങ്ങൾ കൊണ്ട് അല്ലാതെയുള്ള ചില കട്ടിങ് മെഷീൻസൊക്കെ വെച്ചിട്ട് ആളുകൾ കൊളുന്ത് ശേഖരിക്കുന്നുണ്ട്. ഓക്കെ. ഏത് മേഖലയിലും പോലെ അതിഥി തൊഴിലാളികൾ ഇവിടെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ 300 ആളുകളുടെ സ്ഥാനത്ത് 82 പേരാണ് ഉള്ളതെന്ന് മാനേജർ പറയുണ്ടായി. ഇപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് ടാറ്റ കണ്ണൻദേവൻ ടീയുടെ ഒക്കെ ഉടമസ്ഥതയിലാണ്. കൂടാതെ അവർ തേയില മറ്റ് ഫാക്ടറികൾക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ട്. നമ്മൾ ഓൾഡ് മൂന്നാറിൻ്റെ കുറച്ചങ്ങോട്ട് ടൗൺ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. നല്ല കോടമഞ്ഞൊക്കെ പരന്ന് ഒഴുകുന്നുണ്ട്. മൂന്നാറിൽ പെരുമഴക്കാലം
ഒരു ഓഫ് സീസണായിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിലും ചില ടൂറിസ്റ്റുകളൊക്കെ ഈ മഴക്കാലം ആസ്വദിക്കാനും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇവിടെ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോയാൽ നമ്മൾ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ മാങ്കുളത്തെത്താം. ഇത് മറ്റൊരു കോവിലാണ് കാണുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും നമുക്ക് കുടയൊക്കെ ഒന്ന് പിടിച്ചു നിന്ന് ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. നല്ല ഷേപ്പ് ചെയ്തിട്ടുള്ള മൊട്ടക്കുന്നുകൾ പോലെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അവിടേക്ക് കയറിപ്പോയാൽ നമുക്ക് ഒതുക്കുകൾ കയറി ചെല്ലുന്ന ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഏതായാലും മഴ കൂടുതലായതുകൊണ്ട് ആ പ്ലാൻ ഉപേക്ഷിച്ചു. പിന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനുകളെല്ലാം നമ്മൾ മഴയുടെ കൂടുതൽ കാരണം ഇനി എന്തെങ്കിലും വരുന്ന ദിവസം നമുക്ക് കാണാം എന്ന് വിചാരിച്ച് മാറ്റിവെച്ചു. മഴ നിരന്തരമായി പെയ്യുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ അടിമാലി റൂട്ടിലെല്ലാം മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിവിടുത്തെ ഒരു നല്ല റെസ്റ്റോറൻ്റാണ്. പേര് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. അലിബാബ ആൻഡ് 14 ഡിഷസ്. നമ്മുടെ അലിബാബയും 41 കള്ളന്മാരും എന്നുള്ള പേരാണ് നമുക്ക് ഓർമ്മ വന്നത്. അലിബാബ പോലെ ഒരാളുടെ സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല രുചികരമായ ഭക്ഷണവും നല്ല ആംബിയൻസൊക്കെയാണ്.